എളമ്പാല സൂരജ് വധക്കേസിലെ 9 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മുഴപ്പിലങ്ങാട് സ്വദേശിയായ സൂരജ് ആയിരുന്നു കൊല്ലപ്പെട്ടത്. ഈ കേസിൽ 1 മുതൽ 9 വരെയുള്ള പ്രതികൾ ആണ് കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുള്ളത്. 10ാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. CPIM പ്രവർത്തകനായിരുന്ന സൂരജ് പിന്നീട് പാർട്ടി വിടുകയും BJPയിൽ അംഗമാവുകയും ചെയ്തതിൽ ഉള്ള പ്രതികാരമായിരുന്നു ഈ കൊലയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് വിവരം. ഈ കേസിലെ പ്രതികൾ എന്നത് CPIM പ്രവർത്തകരാണ് എന്നതും എടുത്തു പറയേണ്ടതാണ്. സൂരജ് വധക്കേസിൽ ആണ് ഇപ്പോൾ വിധി പ്രസ്താവം വരുന്നത്. ഇതിൽ 9 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇവർക്കുള്ള ശിക്ഷ ഇന്ന് തന്നെ വിധിക്കുമോ എന്നതിൽ അടക്കം വ്യക്തത വരേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി വന്നിരിക്കുന്നു. BJP RSS പ്രവർത്തകനായിരുന്ന മുഴപ്പിലങ്ങാട്ടെ എളമ്പിലായി സ്വദേശി സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ ആണ് ഇപ്പോൾ 9 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. കേസിലാകെ 12 പ്രതികൾ ആണ് ഉണ്ടായിരുന്നത്. ഇതിൽ ആദ്യത്തെ 9 പ്രതികൾ, അതായത് 1 മുതൽ 9 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്നു. 10ാമത്തെ പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ സെഷൻസ് ജഡ്ജ് KT നിസാർ അഹമ്മദ് ആണ് ഇപ്പോൾ ഈ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. CPIM പ്രവർത്തകനായ സൂരജ് BJPയെ ചേർന്നതിന്റെ വിരോധത്തിൽ കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. കൊലപാതകം, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ആയിരുന്നു ചുമത്തിയിരുന്നത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് പാർവതി സത്യദേവൻ ആണ് ചേരുന്നത്. പാർവതി, 28 സാക്ഷികളെ അടക്കം വിസ്തരിച്ച കേസ് ആയിരുന്നു ഇത്. വളരെ പ്രധാനപ്പെട്ട കേസ്, രാഷ്ട്രീയ കൊലപാതകം എന്ന് തന്നെ പൊതുവെ വിലയിരുത്തപ്പെട്ട കേസ് ആണ്. അതിൽ 9 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്നു. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ വിധി വന്നിരിക്കുന്നു. കണ്ണൂർ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത്. 1 മുതൽ 9 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. ഇതിൽ 10ാം പ്രതിയെ വെറുതെ വിട്ടിട്ടുണ്ട്. മുഴപ്പിലങ്ങാട് BJP പ്രവർത്തകനായിരുന്ന എളമ്പിലായി സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് സെഷൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. CPM പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ 12 പേരായിരുന്നു കേസിൽ പ്രതികളായി ഉണ്ടായിരുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട TK രജീഷും ഇതിൽ പ്രതികളായി ഒരാളായി ഉൾപ്പെടുന്നുണ്ട്. മൊത്തം 10 പ്രതികൾ. ഇതിൽ 10ാമത്തെ പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. 2025 ഓഗസ്റ്റ് 7 ഓട്ടോയിൽ അക്രമി സംഘം രാഷ്ട്രീയ വൈരാഗ്യം മൂലം സൂരജിനെ ബോംബെറിഞ്ഞു വീഴ്ത്തി വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് ഈ കേസ്. മുഴപ്പിലങ്ങാട് സ്വദേശികളായ PK ഷംസുദ്ദീൻ, TK രജീഷ്, യോഗേഷ്, K ഷംജിത്ത്, PM മനോജ് രാജ്, സജീവൻ, പ്രഭാകരൻ മാസു, KB പത്മനാഭൻ തുടങ്ങിയവരാണ് കേസിലെ പ്രതികൾ. ഒപ്പം M രാധാകൃഷ്ണൻ, പ്രകാശൻ, പ്രദീപൻ, രവീന്ദ്രൻ, ഇത്രയും പേരാണ്. 12 പേരായിരുന്നു കേസിലെ പ്രതികൾ. 19 വർഷം നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷമാണ് സൂരജ് വധക്കേസിൽ ഇന്ന് സെഷൻസ് കോടതി വിധി പറയുന്നത്. 2005 ഓഗസ്റ്റ് 7 രാവിലെയായിരുന്നു BJP പ്രവർത്തകൻ കൂടിയായ സൂരജിനെ പ്രതികൾ ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊന്നു എന്ന കേസ്. ഇതിനു മുൻപ് 6 മാസം മുൻപും സൂരജിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്നും അന്ന് വെട്ടേറ്റ സൂരജ് കിടപ്പിലാവുകയും ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ് സൂരജ് പുറത്തിറങ്ങിയപ്പോഴാണ് പ്രതികൾ കൊലപാതകം നടപ്പിലാക്കിയത്. അന്ന് കൊല്ലപ്പെടുന്ന സമയത്ത് 32 വയസ്സായിരുന്നു സൂരജിനുണ്ടായിരുന്നത്. CPIM BJPയിൽ ചേർന്നതിന്റെ പകയാണ് അരും കൊലയ്ക്ക് കാരണം എന്നാണ് കണ്ടെത്തിയിരുന്നത്. തുടക്കത്തിൽ 10 പേർക്കെതിരെയായിരുന്നു കേസ്. പിന്നീട് 2 പേരെ കൂടി പ്രതി ചേർക്കുകയായിരുന്നു. അതിൽ ഒന്ന് PM മനോജ്, CPM നേതാവ് കൂടിയായ PM മനോജിന്റെ സഹോദരനായിരുന്നു. ഇപ്പോൾ കേസിൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറഞ്ഞു. 10ാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. ആദ്യം 1 മുതൽ 9 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അഭിലാഷ്, 12 പ്രതികൾ ഉള്ള കേസാണ്. പക്ഷേ നിലവിൽ ജീവിച്ചിരിക്കുന്നവർ 10 പേരാണ് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. 1ാം പ്രതി PK ഷംസുദ്ദീൻ, 12ാം പ്രതി TP രവീന്ദ്രൻ എന്നിവർ ആണ് ഈ പ്രതിപട്ടികയിൽ നിൽക്കുമ്പോൾ തന്നെ മരണമടഞ്ഞത്. അതോടൊപ്പം തന്നെ നേരത്തെ പാർവതി സൂചിപ്പിച്ചതുപോലെ തന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി TK രജീഷിന്റെ കുറ്റസമ്മത മൊഴി പ്രകാരം ആണ് 2 പേരെ, ആദ്യം 10 പ്രതികളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത്. പിന്നീട് 2 പേരെ കൂടി പ്രതി ചേർക്കുകയും ചെയ്തു. അതിൽ ഒരാൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണൻ ആണ് എന്ന പ്രത്യേകതയും ഈ കേസിന് ഉണ്ടായിരുന്നു. 2005 ഓഗസ്റ്റ് 7 രാവിലെ ആണ് മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ ഇട്ട സൂരജ് എന്ന ആളെ ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതികൾ ഓട്ടോറിക്ഷയിൽ എത്തിയാണ് ഈ കൃത്യം നിർവഹിച്ചത്. ഇതിന് 6 മാസം മുമ്പ് തന്നെ സൂരജിനെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു. അതിന്റെ ഭാഗമായി നടന്ന ആക്രമണത്തിൽ സൂരജിന് കാലിന് പരിക്കേൽക്കുകയും അങ്ങനെ 6 മാസത്തോളം
ചികിത്സ തേടുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് സൂരജ് സജീവമായി രാഷ്ട്രീയ മേഖലയിൽ. അപ്പോഴാണ് ഈ ക്രൂരകൃത്യം നടന്നത്. 19 വർഷം നീണ്ട നിയമ പോരാട്ടം ആണ്. ആ നിയമ പോരാട്ടത്തിനൊടുവിൽ ആണ് ഇപ്പോൾ 1 മുതൽ 9 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. പാർവതി, ഇതിൽ ഈ പ്രതികൾക്ക് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുമ്പോൾ എന്തൊക്കെ വകുപ്പുകൾ നിലനിൽക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ ഇവർക്കുള്ള ശിക്ഷ എന്ന് വിധിക്കുവാനുള്ള സാധ്യതയുണ്ടോ? അന്തിമവാദത്തിന് ശേഷമായിരിക്കുമോ ശിക്ഷാവിധി ഉണ്ടാവുക? തീർച്ചയായിട്ടും അഭിലാഷ്, ശിക്ഷാവിധി തിങ്കളാഴ്ചയാകും ഉണ്ടാകുക. ഇപ്പോൾ കോടതിക്ക് പുറത്ത് പ്രോസിക്യൂട്ടർ ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി പറഞ്ഞത്. ഇതിൽ 10 പ്രതികളുണ്ട്. ഇവരിൽ 9 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. ഇതിന്റെ ഈ 9 പേരുടെയും ശിക്ഷാവിധി തിങ്കളാഴ്ചയായിരിക്കും കോടതി പറയുക. കണ്ണൂർ മുഴപ്പിലങ്ങാട്ട് BJP പ്രവർത്തകൻ സൂരജിനെ വെട്ടിക്കൊന്ന കേസിൽ ആണ് 9 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. CPIM പ്രവർത്തകരായിട്ടുള്ള 9 പേർ CPIM വിട്ട് BJPയിൽ ചേർന്ന മുഴപ്പിലങ്ങാട്ടെ സൂരജിനെ കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു കേസ്. സൂരജിനെ കൊന്ന കേസിൽ 2005 നടന്ന ഒരു കേസിൽ 19 വർഷത്തിന് ശേഷമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വിധി പ്രസ്താവം ഉണ്ടാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. 19 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കേസിലെ 9 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്ന സാഹചര്യം. 2005 ഓഗസ്റ്റ് 7 രാവിലെ ആയിരുന്നു മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ സൂരജ് കൊല ചെയ്യപ്പെട്ടത്. ഓട്ടോയിലെത്തിയ പ്രതികൾ ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ഇതിനു മുമ്പ് തന്നെ സൂരജിനെ കൊല്ലുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ ശ്രമം പരാജയപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ അന്ന് കാലിന് വെട്ടേറ്റ സൂരജ് പിന്നീട് 6 മാസത്തോളം ചികിത്സയിൽ ആവുകയും ചെയ്തിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ കൊല ചെയ്യപ്പെടുകയും ചെയ്തത്. കേസിലെ 1-ാം പ്രതി PK ഷംസുദ്ദീനാണ്. 12-ാം പ്രതി TP രവീന്ദ്രൻ ആണ്. ഇവർ രണ്ടുപേരും മരണപ്പെട്ട സാഹചര്യം ആണ് ഉള്ളത്. TK രജീഷ്, NV യാഗേഷ്, K ഷംജിത്ത്, നെയ്യോത്ത് സജീവൻ, പണിക്കൻ്റെ വീട്ടിൽ പ്രഭാകരൻ, പുതുശ്ശേരി വീട്ടിൽ KV പത്മനാഭൻ, മാനമ്പൂത്ത് രാമകൃഷ്ണൻ, രാധാകൃഷ്ണൻ, നാഗത്താൻകോട്ട പ്രകാശൻ, പുതിയപുരയിൽ പ്രദീപൻ എന്നിവർ ആണ് മറ്റു പ്രതികൾ. കൊലപാതകം, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ആയിരുന്നു പ്രതികൾക്ക് നേരെ ചുമത്തപ്പെട്ടത്. പാർവതിയാണ് വിശദാംശങ്ങളുമായി തുടരുന്നത്. പാർവതി, ഇതിൽ 28 പേരെ വിസ്തരിച്ച ഒരു സംഭവമുണ്ട്. സാക്ഷിമൊഴികളായി രേഖപ്പെടുത്തിയ പശ്ചാത്തലമുണ്ട്. അങ്ങനെ വളരെ കാലം നീണ്ട നിയമ പോരാട്ടം എന്ന് തന്നെ പറയാം. നമുക്കറിയാം, ഒരു കൊലക്കുറ്റം നടന്ന്, അതും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലക്കുറ്റം നടന്ന് 19 വർഷങ്ങൾക്ക് ശേഷമാണ് ആ കേസിൽ വിചാരണ പൂർത്തിയാവുകയും അങ്ങനെ വിധി വരികയും ചെയ്യുന്നത്. അതാണ് അഭിലാഷ്, ശരിക്കും 19 വർഷം നീണ്ട നിയമ പോരാട്ടം. സൂരജ് വധക്കേസിൽ ശിക്ഷാവിധി വരാൻ നീണ്ട 19 വർഷം എടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. മുഴപ്പിലങ്ങാട് BJP പ്രവർത്തകനായിരുന്നു സൂരജ്. അദ്ദേഹം CPM വിട്ട് BJPയിൽ ചേർന്നതിനാണ് സൂരജിനെ അന്ന് CPM പ്രവർത്തകർ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത്. CPM പ്രവർത്തകർ തന്നെയാണ് ഈ കേസിലെ പ്രതികളും. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണൻ അടക്കമുള്ളവരാണ് ഈ കേസിലെ പ്രതികൾ. TP കേസ് പ്രതി TK രജീഷും ഈ 10 പേരിൽ ഉൾപ്പെടുന്നുണ്ട്. സൂരജിനെ കൊന്ന കേസിൽ 2005 ഓഗസ്റ്റ് 7 രാവിലെയായിരുന്നു BJPയിലേക്ക് ചേർന്ന, അതിനു മുമ്പ് CPM പ്രവർത്തകനായിരുന്ന സൂരജിനെ സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊന്നത്. ഇതിൽ 6 മാസം മുൻപ് ഇതേ സംഘം തന്നെ സൂരജിനെ ഈ വൈരാഗ്യം വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അന്ന് കാലിന് വെട്ടേറ്റ സൂരജ് 6 മാസത്തോളം കിടപ്പിലായി. പിന്നീട് പുറത്തിറങ്ങി. ഈ അവസ്ഥ മാറി ചികിത്സയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ശേഷമാണ് പ്രതികൾ കൊലപാതകം നടപ്പിലാക്കിയത്. അന്ന് കൊല്ലപ്പെടുന്ന സമയം സൂരജിന് 32 വയസ്സായിരുന്നു പ്രായം. ഒപ്പം ഈ ഒരു രാഷ്ട്രീയം വിട്ടുമാറിയതിന്റെ പകയായിരുന്നു അരുംകൊലയ്ക്ക് കാരണം എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. കേസിന്റെ വിചാരണ 19 വർഷം നീണ്ടുപോയി. ഇന്ന് വിധി വന്നിരിക്കുന്നു. 9 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 10ാമത്തെ പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. ഇതിൽ തിങ്കളാഴ്ചയാണ് കോടതി ഇവരുടെ ശിക്ഷാവിധി എന്തെന്നറിയാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. അഭിലാഷ്, സൂരജ് കൊലക്കേസിൽ 9 പ്രതികൾ കുറ്റക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. കേസിലെ പ്രതികളെല്ലാം CPIM പ്രവർത്തകരാണ്. കാരായന്റെ വീട്ടിൽ TK രജീഷ്, കാവും ഭാഗം പുതിയടത്ത് വീട്ടിൽ NV യോഗേഷ്, എരഞ്ഞോളി അരങ്ങേറ്റുപറമ്പ് K ഷംജിത്ത്,
കൂത്തുപറമ്പ് സ്വദേശിയായ PM മനോരാജ്, മുഴപ്പിലങ്ങാട് സ്വദേശിയായ സജീവൻ, പ്രഭാകരൻ, KV പത്മനാഭൻ, രാധാകൃഷ്ണൻ, പ്രകാശൻ, പ്രദീപൻ തുടങ്ങി 10 പ്രതികൾ, 12 പ്രതികളാണ് കേസിൽ ആകെയുള്ളത്. അതിൽ 2 പ്രതികൾ മരണപ്പെട്ടു. മറ്റു 10 പ്രതികൾ, ആ 10 പ്രതികളിൽ 9 പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 19 വർഷം നീണ്ട നിയമ പോരാട്ടത്തിന് ഒടുവിൽ ആണ് കോടതി 9 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് വിധി പ്രസ്താവിക്കുന്നത്. അതേസമയം ശിക്ഷാവിധി എന്തായിരിക്കും എന്നതിൽ തിങ്കളാഴ്ച മാത്രമേ വ്യക്തമാവുകയുള്ളൂ. കൊലപാതകം, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ആണ് ചുമത്തിയിരുന്നത്. ഈ വകുപ്പുകൾ തെളിയിക്കപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെ ശിക്ഷ, ഏതൊക്കെ പ്രതികൾക്കാണ് അധികം ശിക്ഷ ലഭിക്കുക, ഏത് പ്രതികൾക്കൊക്കെയാണ് ശിക്ഷയിൽ ഇളവ് ലഭിക്കുക, ഇതെല്ലാം ആണ് അറിയേണ്ടത്. കൊലക്കുറ്റമാണ് തെളിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ളത് ആരൊക്കെ എന്നതിൽ ഒക്കെയാണ് ഇനി വ്യക്തത കൈവരേണ്ടത്. അത് തിങ്കളാഴ്ച മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. 19 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന രാഷ്ട്രീയ കൊലപാതകത്തിൽ ആണ് കേരളം മറ്റൊരു വിധി കൂടി കേൾക്കുന്നത്. പ്രത്യേകിച്ച് BJP പ്രവർത്തകനായ സൂരജിനെ കൊലപ്പെടുത്തിയ സാഹചര്യം. സൂരജ് നേരത്തെ CPIM പ്രവർത്തകൻ ആയിരുന്നു. പാർട്ടി വിട്ട് BJPയിൽ ചേർന്നതിൽ ഉള്ള പ്രതികാരം ആയിരുന്നു ഈ കൊലയ്ക്ക് പിന്നിൽ എന്നതാണ്. 32 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന സൂരജിനെ ആണ് നേരത്തെ പ്രതികൾ കൊല്ലാൻ ശ്രമിച്ചത്. അന്ന് ആ പ്ലാൻ പൊളിഞ്ഞുപോയ സാഹചര്യമുണ്ടാകുന്നു. കാലിന് അതിഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് 6 മാസത്തോളം ചികിത്സ തുടരുകയും ചെയ്തു. അസുഖം ഭേദമായതിനു ശേഷം പുറത്തിറങ്ങിയ സൂരജിനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിൽ ആണ് ഇപ്പോൾ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. 12 പ്രതികളുണ്ടായിരുന്ന കേസ്, അതിൽ 2 പേർ കേസ് നിലനിൽക്കെ തന്നെ മരണപ്പെട്ട സാഹചര്യം. മറ്റു 10 പ്രതികളിൽ 9 പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പാർവതി ചേരുന്നുണ്ട്. പാർവതി, 2005 ആയിരുന്നു ഈ കൊലപാതകം നടന്നത്. നമുക്കറിയാം, നിരവധിയായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കണ്ണൂരിലടക്കം നടക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ഒട്ടേറെ കൊലപാതകങ്ങൾ ഉണ്ടായിരിക്കുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസൊക്കെ കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. പക്ഷേ ഇതിപ്പോൾ ഈ 19 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസ് ആണ്. അന്നത്തെ സാഹചര്യത്തിൽ ഈ കേസ് തെളിയിക്കുക എന്നതൊക്കെ അന്വേഷണ സംഘത്തെയും സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. സാഹചര്യ തെളിവുകൾ അല്ലെങ്കിൽ ദൃക്സാക്ഷികൾ അതൊക്കെ വലിയ പ്രയാസകരമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നിട്ടും ഈ കേസിൽ 19 വർഷങ്ങൾക്ക് ശേഷം 9 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുകയാണ്. അതാണ് അഭിലാഷ്. കൊലപാതകം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു പ്രതികൾക്കെതിരെ ചുമത്തിയത്. ഇത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്. സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ ശരിക്കും 19 വർഷത്തിന് ശേഷം വിധി വരുമ്പോൾ ഏറെക്കാലം കുടുംബമടക്കം കാത്തിരുന്ന ഒരു കേസിലാണ് ഇപ്പോൾ ഈ ഒരു 19 വർഷത്തിന് ശേഷം വിധി വന്നിരിക്കുന്നത്. ഈ പ്രതികൾക്കെതിരെ കൊലപാതകവും ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ ഒരാളെ വെറുതെ വിട്ടിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകമായിരിക്കും കിട്ടുക. 2005 മുഴപ്പിലങ്ങാട് BJP പ്രവർത്തകനായ സൂരജിനെ CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടുന്ന പ്രതികൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ഇന്ന് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട PK രജീഷ് അടക്കമുള്ളവരാണ് കേസിലെ പ്രതികൾ. തീർച്ചയായിട്ടും രാഷ്ട്രീയ പിൻബലമുള്ള രാഷ്ട്രീയ നേതാക്കൾ, സംസ്ഥാന തലത്തിലടക്കം പിടിപാടുള്ള നേതാക്കൾ അടക്കമുള്ളവർ ഉൾപ്പെട്ട കേസാണിത്. പക്ഷേ പ്രോസിക്യൂഷൻ കേസിൽ ഈ 9 പ്രതികൾക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് തെളിയിക്കാൻ സാധിച്ചിരിക്കുന്നു. പ്രോസിക്യൂഷന്റെ വിജയമായി തന്നെ കാണേണ്ടിയിരിക്കും. അല്പസമയത്തിനകം തന്നെ പ്രോസിക്യൂട്ടറുടെ നമുക്ക് ലഭ്യമാകും. അതിനുശേഷമായിരിക്കും തിങ്കളാഴ്ചയായിരിക്കും കേസിൽ ശിക്ഷാവിധി എന്താണെന്ന് അറിയാൻ സാധിക്കുക. ഇതിൽ 9 പേർ സൂരജിനെ കൊലപ്പെടുത്തിയ 1 മുതൽ 9 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ്. കൊലപാതകം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ഇവർക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ളത്. അഭിലാഷ്.